Hello everyone, welcome back to our channel Oxford Education. In today's video, we are continuing our MA English 4th semester Linguistics Question Answers series. In this session, we will discuss question 17 onwards. We will go through each question step by step, explain the important concepts in a simple and clear manner. So let's begin with question number 17. Explain the concept of invisible meaning in pragmatics. Invisible meaning refers to meaning that is not directly expressed by words but is understood from context, situation, speaker intention, and shared knowledge. Example, it is called here. Literally, it describes temperature, but in context, it may indirectly mean please close the window. വാക്കുകളിൽ നേരിട്ട് പറയാത്തതും കോണ്ടെക്സ്റ്റ്, സിറ്റുവേഷൻ, സ്പീക്കർ, ഇൻറ്റൻഷൻ എന്നിവയിലൂടെ മനസ്സിലാക്കുന്നതുമായ അർത്ഥമാണ് ഇൻവിസിബിൾ മീനിങ്. ദാറ്റ് ഇസ് കോൾഡ് ഹിയർ എന്നത് ലിറ്ററലി ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയാണ്. എന്നാൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വിൻഡോ ക്ലോസ് ചെയ്യൂ എന്ന റിക്വസ്റ്റും ആയിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Number 18. Describe the differences between simple, compound and complex sentences. A simple sentence contains one independent clause. Example, she sings well. A compound sentence contains two or more independent clauses joined by a coordinating conjunction. Example, she sings well and she dances beautifully. A complex sentence contains one independent clause and at least one dependent clause. Example, she sings well because she practices regularly. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഷീ സിങ്സ് വെൽ എന്നത് അതിനൊരു എക്സാമ്പിളാണ്. എന്നാൽ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് കൺജക്ഷൻ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നതാണ്. അതായത് ഷീ സിങ്സ് വെൽ ആൻഡ് ഷീ ഡാൻസസ് ബ്യൂട്ടിഫുള്ളി. ഇവിടെ അതിൽ അധികമോ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് കൺജക്ഷൻ ഉപയോഗിച്ചാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഷീ സിങ്സ് വെൽ, അവൾ നന്നായി പാടും. ആൻഡ് ഷീ ഡാൻസ് ബ്യൂട്ടിഫുള്ളി, അതുപോലെ തന്നെ അവൾ നന്നായിട്ട് കളിക്കുകയും ചെയ്യും. എന്നാൽ കോംപ്ലക്സ് സെൻറ്റൻസ് ആണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അതോടൊപ്പം ഏറ്റവും കുറഞ്ഞത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും കൂടിച്ചേർന്നതാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഷീ സിങ്സ് വെൽ ബിക്കോസ് ഷീ പ്രാക്ടീസസ് റെഗുലർലി. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ സി 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇവാലുവേറ്റ് Noam Chomsky's contribution to linguistics and his theories of transformational grammar. Noam Chomsky is one of the most influential linguists of the modern period. His ideas brought a major change in the study of language. First one, generative grammar. Chomsky developed the generative grammar according to which speakers possess an internal system of rules that enables them to generate an unlimited number of grammatical sentences. നോം ചോംസ്കി മോഡേൺ ലിംഗ്വിസ്റ്റിക്സിലെ ഏറ്റവും സ്വാധീനമുള്ള ഭാഷാശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. ജനറേറ്റീവ് ഗ്രാമർ, ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ, കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്, യൂണിവേഴ്സൽ ഗ്രാമർ, ക്രിയേറ്റിവിറ്റി തുടങ്ങിയ ആശയങ്ങൾ പ്രധാനമാണ്. ഭാഷയുടെ മെൻ്റൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിന് പ്രാധാന്യം നൽകി മോഡേൺ ലിംഗ്വിസ്റ്റിക്സിനെ മാറ്റിമറിച്ച വ്യക്തിയാണ് ചോംസ്കി. ഇതിലൊരു 6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞതാണ്, ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ഫസ്റ്റ് വൺ ഇസ് ജനറേറ്റീവ് ഗ്രാമർ, ദെൻ ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ, തേർഡ് വൺ ഇസ് കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്, ഫോർത്ത് യൂണിവേഴ്സൽ ഗ്രാമർ, ഫിഫ്ത്ത് വൺ ക്രിയേറ്റിവിറ്റി ആൻഡ് സിക്സ്ത് വൺ ഇൻഫ്ലുവൻസ്. ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു പോവാം. അതോടൊപ്പം ക്രിട്ടിക്കൽ ഇവാലുവേഷനും കൺക്ലൂഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
Next question, question number 20. Discuss the classification of morphemes and their relevance in morphological analysis. A morpheme is the smallest meaningful unit of language. First one, free morphemes can occur independently as words. Example, book, house, run, happy. Second one, bound morphemes cannot occur independently. Example, un, nes, et, s എന്നിവയൊക്കെ ആഡ് ചെയ്യുന്നത്. തേർഡ് വൺ, ലെക്സിക്കൽ മോർഫീംസ് ക്യാരി ദ മെയിൻ മീനിങ് സച്ച് ആസ് ബോയ്, ഹൗസ്, റൺ. Fourth one is grammatical or functional morphemes express grammatical relationship such as and, but, the, of. Fifth one is derivational morphemes create new words or change word class. Example, happy, unhappy, kind, kindness. Sixth one is inflectional morphemes express grammatical information without creating a new lexical item. Example, cat, cats, walk, walked. മോർഫീം എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള ഏറ്റവും ചെറിയ ഭാഷാ ഘടകമാണ്. ഫ്രീ മോർഫീം എന്നാൽ സ്വതന്ത്രമായി വേർഡായി നിൽക്കുന്നതാണ്. ബൗണ്ട് മോർഫീം ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല. ഡെറിവേഷണൽ മോർഫീം പുതിയ വേർഡ് ഉണ്ടാക്കും. ഇൻഫ്ലെക്ഷണൽ മോർഫീം എന്നാൽ ഗ്രാമറ്റിക്കൽ ഇൻഫർമേഷൻ നൽകുന്നതാണ്. മോർഫോളജിക്കൽ അനലൈസിസിന് ഇത് വളരെ പ്രധാനമാണ്. ഈ 6 പോയിൻറ്റ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ഒരു കൺക്ലൂഡ് ചെയ്ത രീതിയിൽ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഉള്ളൂ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 21. അനലൈസ് ദ കോൺസെപ്റ്റ്സ് ഓഫ് മീനിങ് ഇൻ സെമാൻറ്റിക്സ് ഇൻക്ലൂഡിങ് അസോസിയേറ്റീവ് ആൻഡ് കൺസെപ്ഷണൽ മീനിങ്. Semantic is the study of meaning in language. Conceptual meaning is the basic, literal and dictionary meaning of a word. For example, the conceptual meaning of rose is a type of flowering plant. Associational meaning refers to additional meaning, feelings and associations connected with a word. Rose may suggest love, beauty or romance. ഭാഷയിലെ മീനിങ് പഠിക്കുന്ന ശാഖയാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. കൺസെപ്ച്വൽ മീനിങ് ഒരു വാക്കിൻ്റെ ബേസിക് അല്ലെങ്കിൽ ഡിക്ഷണറി മീനിങ് ആണ്. അസോസിയേറ്റീവ് മീനിങ് ഒരു വാക്കുമായി ബന്ധപ്പെട്ട ഫീലിങ്സ്, ഐഡിയ അല്ലെങ്കിൽ കൾച്ചറൽ അസോസിയേഷൻസ് എന്നിവയൊക്കെയാണ്. കൊണോട്ടേറ്റീവ്, സോഷ്യൽ, എഫക്റ്റീവ്, കളക്റ്റീവ്, തീമറ്റിക് മീൻസ് എന്നിവയൊക്കെ ഇതിന് പ്രധാനമാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ക്രിട്ടിക്കലി എക്സാമിൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് സ്ട്രക്ചറൽ ഗ്രാമർ. ട്രഡീഷണൽ ഗ്രാമർ ഇസ് ലാർജ്ലി കൺസേൺ വിത്ത് റൂൾസ്, കറക്റ്റ്നെസ് ആൻഡ് എസ്റ്റാബ്ലിഷസ് ഗ്രാമറ്റിക്കൽ കാറ്റഗറീസ് ആൻഡ് was strongly influenced by Latin and Greek traditions. Structural grammar studies language as a system of interconnected elements and focuses on actual language data and patterns. Conclusion: traditional grammar is mainly rule-oriented and prescriptive, while structural grammar is descriptive and systematic. ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറയുമ്പോൾ പഴയ ഗ്രീക്ക് ഓർ ലാറ്റിൻ ഗ്രാമറ്റിക്കൽ ട്രഡീഷൻസിൻ്റെ സ്വാധീനമുള്ള റൂൾ ഓറിയൻറ്റഡായിട്ട് വരുന്ന പ്രിസ്ക്രിപ്റ്റീവ് സമീപനമാണ് ട്രഡീഷണൽ ഗ്രാമറിനുണ്ടായിരിക്കുക. ഇതിൽ നൗണ്, വേർബ്, അഡ്ജക്റ്റീവ് തുടങ്ങിയിട്ടുള്ള കാറ്റഗറീസൊക്കെ യൂസ് ചെയ്യുന്നു. അതുപോലെ റിട്ടൺ ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ട്രഡീഷണൽ ഗ്രാമറിനുള്ളത്. എന്നാൽ സ്ട്രക്ചറൽ ഗ്രാമർ സ്റ്റഡി ചെയ്യുന്നത് ഭാഷയെ ഒരു സിസ്റ്റമായിട്ട് കാണുകയും ആക്ച്വൽ യൂസേജ്, പാറ്റേൺസ്, സ്ട്രക്ചേഴ്സ് എന്നിവ പഠിക്കുകയും ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവ് സമീപനമാണ് സ്ട്രക്ചറൽ ഗ്രാമറിനുള്ളത്. ഇവിടെ പ്രധാനമായും മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൻ്റെ അപ്രോച്ചസ് ഡെവലപ്പ് ചെയ്യുന്നു. സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി
ലാംഗ്വേജ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്ത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ വിവരിക്കുകയാണ് സ്ട്രക്ചറൽ ഗ്രാമർ ചെയ്യുന്നത്. സ്പോക്കൺ ലാംഗ്വേജിനാണ് സ്ട്രക്ചറൽ ഗ്രാമറിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി ഈ 2 വീഡിയോയിലായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. വളരെ ഷോർട്ടായ രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഷോർട്ട് നോട്ട്സ് നന്നായിട്ട് വായിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.